ഹായ് ഗൈസ്, ദാണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ദാണ്ട് ഇതിനൊക്കെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്ത് ഇത്തിരി ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനുശേഷം ബാക്കി പരിപാടി എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ദാണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ദാണ്ട് 3 ബ്രെഡല്ല ബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദാണ്ട് ഇത് ഇതേണൊക്കെ എടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നടുക്കൂടെ ഒന്ന് ഇതൊന്ന് കീറി കൊടുക്കുക. അപ്പം ഫുള്ളായിട്ട് അങ്ങ് കീറണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആദ്യം വെച്ച് കീറി നമുക്കതൊരു ഫില്ല് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ കീറി വെച്ചാലും മതി. അപ്പോൾ ദാണ്ട് ഇതേണൊക്കെ ഞാൻ കീറി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ചീസ് ഞാൻ മസാല ചീസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ഷീറ്റ് പോലെ കിട്ടുന്നതാണെങ്കിൽ അതും കുഴപ്പമില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് നമുക്കൊരു മുട്ട, അതായത് മുട്ട പൊരിച്ചെടുത്തതാണ് കേട്ടോ. മുട്ടയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒന്നും ചേർത്തില്ല, ഉപ്പ് ജസ്റ്റ് ചേർത്തൊന്ന് നേരത്തെ നമ്മൾ എടുത്ത മുട്ടയില്ലേ അതൊന്ന് പൊരിച്ചെടുത്തതാണ്. അതിൻ്റെ മേളിൽ കുറച്ച് ബീഫ് ഇതേണക്ക് വേവിച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസോ ഇപ്പം തക്കാളിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് ഇത്രയും സംഭവങ്ങൾ മതിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് സോസ് കൂടെ ഒഴിച്ച്, അതായത് സോസ് ഒരുപാട് വേണ്ട, കുറച്ച് സോസ്. പിന്നെ മയണൈസ് നിങ്ങൾ ആ ഒരു ഇത് കഴിക്കുന്ന സമയത്ത് മാത്രം മയണൈസ് ചേർത്താൽ മതി. ഒന്ന് തുറന്നിട്ട് ഇത്തിരി മയണൈസ് കൂടെ ചേർത്ത് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഒരു പാനിനകത്ത് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് സ്പ്രെഡാക്കിയിട്ട് അത് നമ്മുടെ ഈ ഒരു ഫില്ല് ചെയ്ത് ബണ്ണെടുത്ത് അതിനകത്തോട്ട് വെച്ച് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ചീസ് നല്ലതുപോലെ ആ ഒരു ചൂട് തട്ടിയെന്ന് മെൽറ്റായി കിട്ടണം. അത് കണക്ക് നല്ലതുപോലെ സ്പാച്ചിലയോ കയ്യോ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലതുപോലെ അത് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല ഇതിനൊക്കെ 2 സൈഡ് നല്ല ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കൺഫേം ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം മറക്കാതെ നോക്കുക, കഴിക്കാൻ നേരത്തെ ഇച്ചിരി മയണൈസോട് ചേർത്ത് കഴിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.